സി ദാവൂദിനെതിരെ സൈബർ അണികൾ ഒരു പുതിയ വിഷയം കൊണ്ടുവരികയാണ്. അതായത് പി വി അൻവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തുണ്ടായ ഒരു പാർട്ടി പ്രാദേശിക നേതാവുണ്ടായ അനുഭവം കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അത് അദ്ദേഹം തെറ്റായി മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും രംഗത്ത് വരികയും അതിന് സി ദാവൂദ് മറുപടി കൊടുക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഈ പുകിലെല്ലാത്തിനും കാരണം. ആ മറുപടിയിൽ സി ദാവൂദ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, മുൻപ് ഈ CPM എന്തുകൊണ്ടാണ്, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കോർ എന്ന് പറയുന്ന വിഷയം ഇതാണ്. എന്തുകൊണ്ട് CPM കേരളത്തിലുള്ള മുസ്ലിം സംഘടനകളെ, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളെ സവിശേഷമായി വിമർശിക്കുന്നു, അതേസമയം തന്നെ ഇതേ പാർട്ടികളുമായി അഖിലേന്ത്യാ തലത്തിൽ യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു? ഇതൊരു വൈരുദ്ധ്യമാണ്. പക്ഷേ ഈ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കാൻ പാടില്ലാത്ത വൈരുദ്ധ്യം എന്നല്ല. ഉദാഹരണത്തിന് തൃണമൂൽ കോൺഗ്രസ് ഏതോ അർത്ഥത്തിലൊക്കെ BJPക്കെതിരെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതേസമയം ബംഗാളിൽ അത് ആ പ്രതിപക്ഷ പാർട്ടികളുമായി നേർക്കുനേരെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സവിശേഷമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാദേശികമായൊരു നിലപാടും ദേശീയ തലത്തിൽ വേറൊരു നിലപാടും എന്നുള്ളതൊരു വൈരുദ്ധ്യമല്ല, ഒരു പ്രായോഗിക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സി ദാവൂദ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും പ്രസംഗങ്ങളിലും സവിശേഷമായി CPMനെ മുൻനിർത്തി ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട വിമർശനം, കേരളത്തിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണത്തോടൊപ്പമോ അതിന് തൊട്ട് താഴെയോ മുകളിലൊക്കെ ആയിട്ട് CPMും അത് തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ടാകാം, പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു തരം ന്യൂനപക്ഷ വിരുദ്ധമായ മനോഭാവം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലാണെന്നാണ് ദാവൂദ് നിരന്തരമായി. ഞാൻ ദാവൂദിനെ വളരെ നേരത്തെ മുതൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോയിൻ്റ് അതാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ ഒരു രാഷ്ട്രീയമായ ഫോക്കൽ പോയിൻ്റ് വരുന്നത് എവിടെ നിന്നാണ്? അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും പ്രാദേശികവും വ്യക്തിപരവുമായ രാഷ്ട്രീയ അനുഭവങ്ങളിൽ നിന്നുമാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട് ആളുകൾ CPM വിരുദ്ധരാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്യാമ്പസിൽ SFIയുടെ തല്ലുകൊള്ളുകൊണ്ടാണ്. അതൊക്കെ വളരെ ഒരു ട്രിവിയലൈസേഷനാണ് ശരിക്കും. പക്ഷേ എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ രാഷ്ട്രീയമായ ഫോക്കസ് രൂപപ്പെടുന്നതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും പ്രാദേശികവുമായ രാഷ്ട്രീയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കറിയാം സി ദാവൂദ് വരുന്നത് നാദാപുരത്തു നിന്നാണ്. നാദാപുരത്തെ സവിശേഷമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. അവിടെ നിലനിൽക്കുന്നു. അവിടെ CPM, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിക്കുന്ന കുറേ കൂടി വയലൻ്റ് ആവുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിന് കേവലമായ ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, അതിനൊരു കമ്മ്യൂണൽ ആംഗിൾ കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം ഒരുപക്ഷേ എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ പെരുമാറുന്നതെന്ന് പഠിക്കുകയും CPMൻ്റെ മുൻകാല ചെയ്തികളിൽ നിന്ന് അത്തരം പ്രസ്താവനകൾ, അത്തരം സംഭവങ്ങൾ പിൻ പോയിൻ്റ് ചെയ്തെടുത്ത് വിമർശിക്കുകയും ചെയ്യുന്നുണ്ടാവുക. ആ ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കാം അത് അദ്ദേഹം വളരെ ശക്തമായി, വളരെ ഫോക്കസായി ചെയ്യുന്നുണ്ട്.